നമ്മൾ ദിവസവും ഭക്ഷണത്തിൽ ചേർക്കുന്ന സാധാരണ ഉപ്പ്. ഇതിൽ പോലും ഒരു രഹസ്യം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നാം ഓരോ ദിവസവും ഉപയോഗിക്കുന്ന ഈ ഉപ്പിനുള്ളിൽ ചെറിയ പ്ലാസ്റ്റിക് കണങ്ങൾ ഉണ്ടാകാം. കടലിൽ എത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സമയം കഴിഞ്ഞപ്പോൾ ചെറിയ കണങ്ങളായി പൊളിഞ്ഞു മാറും. വളരെ ചെറിയ പ്ലാസ്റ്റിക് കണങ്ങൾ കടൽ ജലം ഉപയോഗിച്ചാണ് പലപ്പോഴും ജൈവസാട്ടം ഉണ്ടാക്കുന്നത്. ലോകത്തിലെ പല ഗവേഷണങ്ങളിലും ചില ഉപ്പുകളിൽ ചെറിയ അളവിൽ കണ്ടെത്തിയിട്ടുണ്ട്. നാം പരിസ്ഥിതിയിൽ എറിഞ്ഞ പ്ലാസ്റ്റിക് നമ്മുടെ ഭക്ഷണത്തിലേക്ക് തിരികെ വരാം. അതിനാൽ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാം. ഉപ്പിൽ മൈക്രോപ്ലാസ്റ്റിക് ഉണ്ടാകുന്നത് ഒരു വലിയ പ്രശ്നമാണ്. പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയില്ല, പക്ഷേ കുറയ്ക്കാം. ശുദ്ധീകരിച്ച ഉപ്പ് തിരഞ്ഞെടുക്കുക. ഇതിൽ മൈക്രോപ്ലാസ്റ്റിക് കുറവായിരിക്കും. വിശ്വാസമുള്ള ഉപ്പ് മാത്രം വാങ്ങുക. തുറന്ന ഉപ്പ് ഒഴിവാക്കുക. ഉപയോഗിക്കുന്നതിന് മുമ്പ് കണികകൾ നീക്കം ചെയ്യുക. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക. ഇത് ദീർഘകാല പരിഹാരമാണ്. ശുദ്ധീകരിച്ച ഉപ്പ് ഉപയോഗിക്കുക. നല്ല ഗുണമുള്ള ഉപ്പ് തിരഞ്ഞെടുക്കുക. പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ വീട്ടിൽ ഏത് ഉപ്പാണ് ഉപയോഗിക്കുന്നത് എന്ന് കമന്റ് ചെയ്യൂ.